നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പാട്ട് പാടാൻ അതിയായ ആഗ്രഹമുണ്ട്, എന്നാൽ അതിനുള്ള യാതൊരു സെറ്റപ്പും നിങ്ങളുടെ കയ്യിലില്ല. എന്നാൽ വലിയ പൈസ മുടക്കി ഈ സാധന സാമഗ്രികളൊക്കെ മേടിച്ച് പാട്ട് പാടാനുള്ള ഒരു സാമ്പത്തിക ശേഷിയും നിങ്ങൾക്കില്ല. എന്നാൽ ഞാൻ പറയട്ടെ, തീരെ പൈസ മുടക്കാതെ നമുക്ക് ഇതൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. കുറച്ച് പൈസ എന്താണെങ്കിലും നമ്മൾ മുടക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്കിങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് പ്രൊഫഷണൽ സിംഗേഴ്സിനുള്ള ഒരു സംവിധാനമല്ല. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പാട്ട് പാടാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല, ഒന്ന് പാടി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഏറ്റവും മിനിമലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടിട്ട് ഒരു കരോക്കെ സെറ്റപ്പ്, കരോക്കെ ഇട്ടൊന്ന് പാടി പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധന സാമഗ്രികളൊക്കെ എന്താണെന്നും അതിന് എന്തൊക്കെ വിലയുണ്ടെന്നും അതെവിടെ കിട്ടുമെന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു 4 ചാനൽ മിക്സറാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. 3300 രൂപയ്ക്കാണ് ഇതിന് റേറ്റ് വരുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു XLR കേബിൾ. ഇതൊരു 5 മീറ്റർ കേബിളാണ്. ഇതും ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൈക്കാണ്. ഇതിൽ ഈ രണ്ടാമത് കാണുന്ന മൈക്ക്, വലത്തെ സൈഡിൽ കാണുന്ന മൈക്ക് ഏകദേശം ഒരു 450 രൂപ വില വരും. ഇപ്പുറത്ത് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൈക്കിനാണെങ്കിൽ 2100 രൂപ വിലയാണ്. ഇത് JTSൻ്റെ മൈക്കാണ്. തുടക്കക്കാരാണെങ്കിൽ ഇത്രയും വലിയ മൈക്കുകൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ ചെറിയ മൈക്ക് മേടിച്ചാൽ മതി. 450 രൂപയൊക്കെ റേറ്റ് വരത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കേബിളും കൂടെ കിട്ടും. ഇത് കണക്ട് ചെയ്യാനുള്ള ഇതേപോലെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള കേബിളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പാടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹോം തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു കേബിൾ വേണം. 3.5 mm ഒരു സൈഡിലും മറ്റേ സൈഡിൽ RC പിന്ന് വരുന്നതായിട്ടുള്ള കേബിൾ വേണം. നമ്മൾ ഹോം തിയേറ്ററിലോട്ട് കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലും RC പിന്ന് വരുന്ന കേബിളാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് ഓക്സ് ഉള്ള ബ്ലൂടൂത്ത് സ്പീക്കർ വേണം. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3.5 mm ഒരു സൈഡ് വരുന്ന കേബിൾ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ സെറ്റപ്പ് എങ്ങനെ ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇവിടേക്കാണ് നമ്മൾ മൈക്കിൻ്റെ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. XLR കേബിളാണ്. ഇതാണ് XLR മെയിലാണത്. ഈ മെയിൽ നമ്മൾ ഇവിടോട്ട് കണക്ട് ചെയ്യണം. XLR മെയിൽ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീമെയിൽ പോർട്ട് ഇതാണ്. ഇത് നമ്മൾ മൈക്കിൽ കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. ഇതിപ്പോൾ ഈ JTSൻ്റെ മൈക്കിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ മൈക്കിലോട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഈ കേബിളാണ്. ഇത് നമ്മൾ ഈ റെക്കോർഡ് ഔട്ട് എന്ന് പറയുന്ന ഈ കണക്ടറിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട് കണക്ഷൻ എടുക്കുന്നത്. ഇവിടെ നമുക്ക് റെഡിൽ റെഡും വൈറ്റിൽ വൈറ്റും ഇതേപോലെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ മറ്റേ അറ്റം ഇതേപോലെ 3.5 mm വരുന്ന ഈ അറ്റം നമ്മൾ സ്പീക്കറിൻ്റെ ബാക്ക് സൈഡിലുള്ള ഓക്സ് കണക്ടിവിറ്റിയിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ നമ്മളിത് കണക്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ മിക്സർ നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടിരിക്കുകയാണ്. മിക്സറിൻ്റെ പവർ ഇവിടാണ്. ഈ പവർ സ്വിച്ച് ഞെക്കിയിട്ട് നമ്മൾ മിക്സർ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് വരും. നമ്മുടെ ഫോൺ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ സ്പീക്കർ ഓണാക്കുകയാണ്. സ്പീക്കർ ഓണായിട്ടുണ്ട്. നമ്മളിവിടുത്തെ പാരാമീറ്ററൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഞാനിതെല്ലാം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ വോളിയം ഒരല്പം കൂട്ടിയിട്ട് ഞാനൊന്ന് സംസാരിച്ച് കാണിക്കാം. മൈക്ക് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓണാക്കിയ മൈക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. ഹലോ കരോക്കെ കണക്ട് ചെയ്തിട്ട് ഞാനൊരു പാട്ട് ജസ്റ്റ് ഒന്ന് പാടി കാണിക്കാം. സ്നേഹത്തിനാഴം കണ്ടു പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു ഒരു സ്വർഗാരാമം നീളെ കൈ വന്നു.
എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും അതിൻ്റെ വിലയും ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു 4 ചാനൽ മിക്സറാണ്. 3229 രൂപയാണ് ആമസോണിൽ വില. പിന്നെ വേണ്ടത് ഒരു മൈക്കാണ്, 399 രൂപ. പിന്നെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിള് 5 മീറ്റർ 709 രൂപ. പിന്നെ RC2 3.5mm കേബിള് 299 രൂപ. പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ 739 രൂപ. ഇങ്ങനെ 5 സാധനങ്ങളാണ് നമുക്ക് ചെറിയൊരു കരോക്കെ സെറ്റപ്പിന് വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇതറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.